സ്പെഷ്യൽ ഇന്നത്തെ അതെ നൂഡിൽസ് കൊണ്ട് വെറൈറ്റി ആണ്. സാധാരണ വെറുതെ നമ്മൾ നൂഡിൽസ് വേവിച്ചെടുക്കുക, അതല്ലാണ്ട് ഒരു കുറച്ച് ഇതൊക്കെ കൂട്ടിയിട്ട് അപ്പൊ നമ്മള് ഈ ഒരു വെറൈറ്റി ഐറ്റം നല്ല ടേസ്റ്റ് ഉള്ള സൂപ്പർ സാധനമാണ്. ഇപ്പൊ സ്കിപ്പ് ചെയ്യാത്തവര് അളവുകൾ ഞാൻ പിന്നെ പറയാം. വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ക്യാരറ്റ് ചീകിയത്, തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ക്യാപ്സിക്ക ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയില ചെറുതാക്കി അരിഞ്ഞത്, ആവശ്യത്തിന് കോഴിമുട്ട, വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്, ചിക്കൻ പൊരിച്ചത്, പിന്നെ നൂഡിൽസ്. 5 പാക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ വേവിച്ച് മസാലയൊക്കെ ഇട്ട് വേവിച്ചിട്ട് നല്ലോണം പൊരിച്ചതാണ്. അപ്പോൾ അതിനിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഇതുപോലെ പീസാക്കുക, ഒരിക്കലും മിക്സിയിലിട്ട് അടിച്ചു പോകരുത്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഇതിന് ഉത്തമം. 1 കപ്പ് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 1 കപ്പ് ക്യാരറ്റ് ചീകിയത്, 1 കപ്പ് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത്, 1 കപ്പ് തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, 1 കപ്പ് ചിക്കനും വീണ്ടും 1 കപ്പ്. ചിക്കൻ്റെ അളവ് ചിലപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടേണ്ടി വരും. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത്, 1 കപ്പ് മല്ലിയില. ഇതും എല്ലാതും ഈ ഒരളവിലിട്ടിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ക്വാണ്ടിറ്റി ഞാൻ പിന്നീട് പറയുന്നതാണ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ അളവ് നമുക്ക് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചിക്കൻ ഇടുക. അപ്പോൾ ഞാൻ 1 കപ്പും കൂടി ചിക്കൻ അതിലിട്ടിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുന്ന അളവ് ഞാൻ പിന്നീട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ നൂഡിൽസിൻ്റെ പാക്കറ്റ് പൊളിക്കുന്നത്, ഇത് 4 പാക്കറ്റ് ഒരേ മോഡലുള്ളതും 1 പാക്കറ്റ് വേറെ മോഡലുള്ളതാണ്. അപ്പോൾ ഞാൻ രണ്ടും സെപ്പറേറ്റിനായിട്ട് തന്നെയാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് വേവിക്കുന്ന കാണാം. അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് ഞാൻ ആദ്യം ഒരു സിംഗിൾ പീസ് ഉള്ളത് നല്ലോണം തിളപ്പിച്ച വെള്ളത്തിൽ 2 മിനിറ്റ് വേവിച്ചെടുക്കുക. എന്നിട്ടത് ഏകദേശം നമ്മളെ ചട്ടയം കൊണ്ട് തന്നെ അങ്ങനെ അമർത്തിയാൽ മതി, അല്ലാണ്ട് വേറെ പരിപാടി ആക്കണമെന്നില്ല. ഇത് വേറൊരു 4 പാക്കറ്റ് ഞാൻ വേറെ വേവിക്കുകയാണ്. 2 സെപ്പറേറ്റ് കമ്പനിയാണ്. ഇനി രണ്ടും ടേസ്റ്റ് മാറേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇതേപോലെ തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇട്ട് വേവിച്ചാൽ മതി. വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമുക്കിന്ന് ഊറ്റിയെടുക്കും വേണം. അപ്പോൾ ഞാൻ ആദ്യം ആ സിംഗിൾ വേവിച്ചത് ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നല്ലവണ്ണം തണുത്ത വെള്ളം അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഒട്ടലുണ്ടാവും, അത് ഒട്ടൽ മാറി കിട്ടണം. അപ്പോൾ കംപ്ലീറ്റ് തണുപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കുക. സാധാരണ നമ്മുടെ നോർമൽ വാട്ടർ മതി. അതൊന്നോട്ടേക്ക് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഞാനിത് 4 ഉള്ളത് മൊത്തം, അത് ഇൻഡോമിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. ഇത് ഇതേപോലെ നല്ലോണം വെള്ളത്തിൽ കംപ്ലീറ്റ് കഴുകി വൃത്തിയാക്കി വെക്കുക. വേവിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കംപ്ലീറ്റ് ഇങ്ങനെ ഇളക്കി റെഡിയാക്കിയിട്ട് അത് ഊറ്റി വെക്കുക. ഇതാണ് മറ്റേ കമ്പനി. ഇനി ഇതിൻ്റെ അളവ് 1/2 കപ്പാണ് ഞാൻ ഇതിൻ്റെ മൊത്തം മിക്സ് ചെയ്തതിൻ്റെ ഇതെടുക്കുന്നത് ഒരു നൂഡിൽസിന്. സ്വല്പം കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ അങ്ങനെ 5 അളവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു സിംഗിൾ മിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് 1/2 കപ്പ്. ഇത് നല്ലോണം അങ്ങോട്ട് ഇനി മിക്സ് ചെയ്യണം. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇടുക. വെള്ളമൊന്നും തീരെ ഉപയോഗിക്കരുത്. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 കോഴിമുട്ടയുടെ വെള്ളം മാത്രം, അത് ഇതേപോലെ സൈഡ് പൊട്ടിച്ചിട്ട് അങ്ങനെ എടുക്കുക. മഞ്ഞൻ്റെ നമുക്ക് ആവശ്യമുണ്ടായി, ഞാൻ പിന്നെ മഞ്ഞ കാണിച്ചു തരാം. ഇത് നിങ്ങൾ സൗകര്യം പോലെ ചെയ്യാം. ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ്. അതിലേക്ക് ആ നൂഡിൽസിൻ്റെ പാക്കറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് സ്പെഷ്യൽ ടേസ്റ്റാണ്. അതും അതിൻ്റെ ഒപ്പമുള്ളൊരു ഓയിലും ചെറിയൊരു പൗഡറും ഉണ്ടാവും, അതും അതിലേക്ക് ഇടുക. അതും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇനി അടുപ്പ് കത്തിച്ചിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ചൂടായി വന്ന ശേഷം നമ്മൾ ആ മിക്സ് അതിലേക്ക് ഇടുക. എന്നിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് എല്ലാ ഭാഗവും ടേബിൾ സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ പരത്തി വെച്ചിട്ട് നടുഭാഗം ഒന്നിങ്ങനെ ചെറുതായിട്ട് കുഴിയാക്കുക. അതേപോലെ ഇങ്ങനെ ഇതുപോലെ കുഴിയാക്കി വെക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വെക്കുക. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രലിൽ നമ്മുടെ ആ കോഴിമുട്ടയുടെ ആ മഞ്ഞ ഉണ്ടല്ലോ, മഞ്ഞ അതിലേക്ക് ഇട്ടിട്ട് അതിൽ സ്വല്പം ഉപ്പിടുക. വേണമെങ്കിൽ സ്വല്പം മുളക് പൊടി ഇടുക. പക്ഷേ ഞാൻ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ, മുളക് പൊടി ഇടുന്നില്ല. ഇനി കാശ്മീർ മുളക് ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, നിർബന്ധമല്ല.
അടച്ചു വെക്കുക ഒരു 2 മിനിറ്റ്. അപ്പോഴത്തേക്ക് ഞാൻ മറ്റേതിൻ്റെ മിക്സ് ഉണ്ടാക്കുകയാണ്. അതവിടെ അടുപ്പിൽ ഉറക്കി കിടക്കുന്നുണ്ട്. ഇത് ഞാൻ മൊത്തം 4 എണ്ണത്തിൻ്റെ മിക്സ് ഒന്നിച്ചുണ്ടാക്കിയിട്ട് ഓരോ പാർട്ടായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് പാത്രം അത്ര വലിപ്പം പോരാ, അപ്പം ഞാനൊന്ന് പാത്രം മാറ്റാനുള്ള പരിപാടിയാണ്. മിക്സിങ് ശരിയായിട്ടില്ല, അപ്പോൾ ഇതിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഇതേപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഒരു പാക്കറ്റ് നൂഡിൽസിന് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എന്നുള്ള നിലക്ക് ചെയ്താൽ മതി. ഇതുപോലെ അതവിടെ മാറ്റി വെക്കുക. അപ്പം നമ്മളെ മറ്റേത് ശരിയായിട്ടുണ്ട്. അതിനെന്ത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. ഇതേപോലെ ഒന്ന് നേരെ ഓപ്പോസിറ്റ് ആക്കിയിടുക. വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് ഇതേപോലെ ചെറിയ തീയിലവിടെ വെച്ചാൽ മതി. ഇപ്പോൾ സംഭവം ശരിയായിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള എല്ലാതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 5 പീസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. നല്ല കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റും. അപ്പോൾ അതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.